ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം 10-ാം സ്കന്ധം 5-ാം അധ്യായം. ജന്മോത്സവം. ശ്രീശുകൻ പറഞ്ഞു: ഉണ്ണിയുണ്ടായ സന്തോഷം കൊണ്ടു നന്ദൻ മഹാമതി അലങ്കൃതൻ സ്നാനശുദ്ധൻ വരുത്തി ജ്യോത്സ്യ വിപ്രരെ പുണ്യാഹമന്ത്രം ചൊല്ലിച്ചു ചെയ്യിച്ചു. ജാതകർമ്മവും വിധി പോൽ നിർവഹിപ്പിച്ചു പിതൃദേവാർച്ചനങ്ങളും. വിപ്രർക്കലങ്കരിച്ചേകി 2,00,000 പശുക്കളെ. രത്നം കസവുമുണ്ടെന്നല്ലേഴ് എൾക്കൂനകൾ വേറെയും. കാലം സ്നാനം ശൗച സംസ്കാരങ്ങൾ യജ്ഞതപസ്സുകൾ ദാനം സന്തുഷ്ടി ആത്മജ്ഞാനവും നൽകുന്നു ശുദ്ധിയെ. വിപ്രരൊത്താശീർവദിച്ചു സൂതമാഗതബന്ധികൾ. ഗായകന്മാർ പാട്ടുപാടി മുഴക്കി ഭേരി ദുന്ദുഭി. അടിച്ചു തളിയാൽ മിന്നി അകമ്പൂമുഖമങ്കണം. ധ്വജം കൊടി കുരുത്തോല വസ്ത്രം മാല വിളങ്ങവേ. മഞ്ഞളെണ്ണ പുരട്ടിച്ച പശുകാള കിടാവുകൾ അണിഞ്ഞു പട്ടാട പീലി പൊന്മാല മനയോലയും. കയ്യിൽ കാഴ്ചദ്രവ്യവുമായി ഗോപന്മാരെത്തി ഭൂപതേ. അമൂല്യ വസ്ത്രാഭരണ കഞ്ചുകോഷ്ണീഷഭൂഷിതർ. വേഷഭൂഷാദിയാൽ കണ്ണെഴുത്താൽ ശോഭിച്ചു ഗോപിമാർ. യശോദയ്ക്കുണ്ണിയുണ്ടായെന്നറിഞ്ഞ ആഹ്ലാദവായ്പൊടെ നവകുങ്കുമ നാഗപ്പൂ മുഖപത്മകൾ സത്വരം കൊണ്ടുവന്നു കാഴ്ച നിതംബിനിമാർ മാർതുളുമ്പവേ. സ്വർണപ്പതക്ക മണികുണ്ടലം അംശുകശ്രീ പൊൽക്കങ്കണം മല മുതൽ ചിഗുരത്തിൽ മാല്യം. മാറത്തു മുത്തുലയവേ വരവായി ഗോപശോണാധരി മണികൾ ഗോഷ്ഠപമന്ദിരത്തിൽ. ആശിസ്സർപ്പിച്ചു ബാലന് തങ്ങളെ കാക്കണേ ചിരം. ആടിപ്പാടി സർവരെയും തളിച്ചു മഞ്ഞളെണ്ണ നീർ. അനന്തകൃഷ്ണൻ വിശ്വേശൻ നന്ദഗേഹസ്ഥനാകയാൽ വാദ്യഘോഷങ്ങളാലുണ്ടായി ഗോകുലത്തിലൊരുത്സവം. തൈർ പാൽ നെയ്കളും നീരും അന്യോന്യം ചാമ്പിലീലയായി എറിഞ്ഞു വെണ്ണ ഗോപന്മാരാഹ്ലാദിച്ചു തിമർക്കവേ. ബന്ധിമാഗധ സൂതാദി വിദ്വാൻമാർക്കൊക്കെ ഏകിനാൻ നന്ദഗോപൻ പശു ധനം വസ്ത്രാലങ്കാരം എന്നിവ. അന്യരെല്ലാരെയും തുഷ്ടരാക്കി സന്തുഷ്ടനാഗ്രഹി ഭഗവത് പ്രീതിക്കു വേണ്ടി പുത്രൻ അഭ്യുദയത്തിനും. ദിവ്യാഭരണ വസ്ത്രാലങ്കൃതയായി നന്ദഹൃദ്യയായി എല്ലായിടത്തും സഞ്ചരിച്ചു സൗഭാഗ്യവതി രോഹിണി. അന്നു തൊട്ടെപ്പോഴും നന്ദഗേഹം സർവസമൃദ്ധമായി മനോഗുണശ്രീ വിളങ്ങി സർവത്ര ഹരിവാഴുകയാൽ. ഗോപന്മാരെ വ്രജം കാക്കാൻ ഏൽപ്പിച്ചു മധുരയ്ക്കു പോയി കംസന്നു വാർഷിക കരം കൊടുക്കാൻ നന്ദൻ ആയിടെ. ഭ്രാതാവ് വന്നേകി കരം കംസനെന്നറിവാകവേ. വസുദേവൻ ചെന്നു കണ്ടു ഗോകുലത്തിങ്കൽ നന്ദനെ. ഇഷ്ടനെ കണ്ടെഴുന്നേറ്റു പ്രാണൻ തിരികെ വന്നപോൽ കെട്ടിപ്പുണർന്നാനവനെ നന്ദന പ്രേമവിഹ്വലൻ. കുശലോക്തി കഴിഞ്ഞപ്പോൾ പ്രീതൻ പൂജിതനാദൃതൻ ശൗരി നന്ദനോടാരാഞ്ഞു പുത്രക്ഷേമ പ്രസക്തിയാൽ. വൃദ്ധനവ്രജന അങ്ങേക്ക് സന്താനേച്ഛ നശിക്കവേ ഇപ്പോൾ സന്തതിയുണ്ടായി. ഭാഗ്യം താനിതു സോദര. സംസാരചക്രത്തിൽ വാഴ്കെ പുനർജാതൻ കണക്കു നീ ശോഭിപ്പൂ. മൽഭാഗ്യമാണീ ദുർലഭം പ്രിയദർശനം. ഒഴുക്കിൻ ശക്തിയിൽപ്പെട്ട പുല്ലാണ് ഇലയുമാണു നാം. കർമ്മഭേദം കൊണ്ടൊരിടത്തൊപ്പം വാഴ സുഹൃജ്ജനം. ബന്ധുക്കളൊത്തങ്ങമരുമീ കൊടും കാട്ടിലില്ലയോ പൈക്കൾക്ക്. അരോഗഹൃദ്യങ്ങൾ തൃണം ലത മരം ജലം. എൻ്റെ പുത്രനൊരാള് അമ്മയൊത്തി ഗോഷ്ഠത്തിലില്ലയോ. അങ്ങയെ താതനായി കാണുവാൻ നിങ്ങളാൽ ഉപലാളിതൻ ഹരേ. നമ്മൾ ആർജിക്കും ത്രിവർഗം സുഹൃൽ പോഷകമാവണം. അവർ കേണാൽ ധർമ്മമർത്ഥം കാമവും നൽകിടാ സുഖം. നന്ദൻ പറഞ്ഞു: ഹതർ നിന്ദേവകീ പുത്രരൊട്ടേറെ കംസനാലഹോ. സ്വർഗത്തിൽ പോകുകയും ചെയ്തതൊടുണ്ടായ കന്യക. അദൃശ്യത്തിൻ മക്കൾ നമ്മൾ അദൃശ്യത്തിലൊടുങ്ങുവോർ. ഈ ആത്മതത്വം ഗ്രഹിച്ചാൽ തീരും വ്യാമോഹമൊക്കെയും. വസുദേവൻ പറഞ്ഞു: കരം കൊടുത്തുവല്ലോ നീ കാണുകയും ചെയ്തിതെന്നെ നീ. ദുർനിമിത്തം കാൺമു വേഗം പൂകാം നമ്മൾക്കു ഗോകുലം. ശ്രീശുകൻ പറഞ്ഞു: ശൗരി അങ്ങനെ ചൊൽകെത്തതനുജ്ഞയുടെ നീങ്ങിനാർ വ്രജത്തിലേക്കാ നന്ദാദി ഗോപന്മാർ കാളവണ്ടിയിൽ. ഹരേ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.